നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഇത്രയും വലിയ രഹസ്യം താൻ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്നാ? ആരെ രക്ഷിക്കാനാ? അത്രയും വലിയ രഹസ്യം നിനക്കറിയാമെങ്കിൽ നീ അത് പറയണം. നീ അത് പറയാത്തിടത്തോളം കാലം ഈ കുടുംബത്തെ ചതിക്കല്ലേ ചെയ്യുന്നത്? പറയാം. പറഞ്ഞാൽ ഈ വീട്ടില് എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാനിത് ആദ്യം പറയുന്നതും അതറിയാൻ പോകുന്നതും സച്ചേട്ടനായിരിക്കും. അതിനി അധിക കാലമില്ല. ശരി, അത് ഞാൻ സമ്മതിച്ചു. അനഘയെ താൻ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് പറയും. ബാക്കി താൻ ചെയ്ത ഒക്കെ ഞാൻ ക്ഷമിക്കാം. അങ്ങനെ ക്ഷമിക്കാനും മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭർത്താവാണെന്നുള്ളത് മറന്നാലും ഒരു മനുഷ്യന്റെ പരിഗണന മുൻനിർത്തി എന്നെ സച്ചേട്ടൻ വിശ്വസിക്കണം. അതിന് കുറച്ച് ബുദ്ധിമുട്ടാ. നിന്റെ അനിയത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന നിന്റെ ആഗ്രഹവും നിന്റെ വാശിയും നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ മോഹിച്ചിട്ടാണോ? നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കൾ മോഹിച്ചിട്ടാണോ? എങ്കിൽ നീ പറയുന്നത് ഞാൻ തരാം. അനഘയെ തിരിച്ചുതാ. കൊള്ളാം. ഈ അറിവും ഏട്ടത്തിൽ നിന്നാവും അല്ലേ? ഞാൻ ജീവിക്കുന്നത് എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ഭർത്താവിന്റെ പരിഗണനയിലും സംരക്ഷണയിലുമാ. എന്ത് കാര്യത്തിനും ഞാൻ എന്റെ ഭർത്താവിന്റെ അനുവാദം ചോദിക്കുന്നുണ്ട്. അതില്ലാത്തൊരാൾക്ക് എന്തു പറയാം, കാണിക്കാം. എന്താ നിർത്തിക്കളഞ്ഞത്? എനിക്കറിയാം കാര്യം എന്താന്ന്. അർച്ചന പണത്തിന് വേണ്ടി ഇതൊന്നും ചെയ്യില്ല എന്ന് സച്ചേട്ടനും അറിയാം. എടുത്തിയുടെ വാക്ക് കേട്ട് എന്നെ സംശയിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനാണെന്ന് സ്ഥിരീകരിക്കരുത്. തെറ്റിദ്ധാരണയുടെ പുറത്ത് പറയുന്ന ഓരോ വാക്കിനും കണക്ക് വെക്കേണ്ടി വരും സച്ചേട്ടാ. ഈ വിവാഹം നടക്കില്ല എന്ന് അവന്റെ എടുത്തിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞെന്നുള്ളത് നേരാ. അനഘയെ കാണാതായപ്പോ അവരെന്നെ സംശയിക്കുന്നതും എനിക്ക് മനസ്സിലാവും. പക്ഷെ ആ സംഭവം സച്ചേട്ടൻ വന്ന് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ വന്നുപോയ സിയെയും എന്റെ ഭർത്താവും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാവുമ്പോ മനസ്സ് കുറച്ച് പൊള്ളുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.